എന്റെ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണ്? നിഷ്കളങ്കമായ ശരീരവും മനസ്സുമായി ഞാൻ ഭൂമിയിൽ എന്റെ സാന്നിധ്യം അറിയിച്ചു. രൂപയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന പൂമ്പാറ്റ നിഷ്കളങ്കമായ ശരീരവുമായി പാറി നടക്കുന്നത് പോലെ ഞാനും എന്റെ ബാല്യം പാറി നടന്നു. ജീവിതമെന്ന ചെറുതോണി ബാല്യം തുഴഞ്ഞകന്നത് ഞാൻ അറിഞ്ഞതേയില്ല. അങ്ങനെ കൗമാരമെന്ന പുതിയ തീരത്തേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഭൗതിക കാര്യങ്ങളിൽ മാത്രം ഞാൻ ശ്രദ്ധ ചെലുത്തി. പാരത്രിക ജീവിതം നല്ലതാക്കാൻ ഇനിയും ഒരുപാട് കാലമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഈ ഒരു ആശയം മാത്രം മുൻനിർത്തിക്കൊണ്ട് എന്റെ യൗവനം സുഖലോലുപമാക്കി. ദൈവിക മാർഗത്തിലേക്കുള്ള പല വഴികളും എന്റെ മുമ്പിൽ വന്നു നിന്നു. അതിനെല്ലാം ഇനിയും ഒരുപാട് കാലമുണ്ടെന്ന അസത്യത്തെ സത്യമായി ഞാൻ അംഗീകരിച്ചു. ഈ ആയുസ്സിലെ മധ്യവയസ്സു കാലഘട്ടം കഴിഞ്ഞുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. വാർദ്ധക്യത്തിന്റെ വാതിൽ തുറന്നപ്പോഴാണ് തെറ്റിദ്ധരിക്കപ്പെട്ട ആ സത്യത്തെ ഞാൻ അറിയുന്നത്. ഞാൻ എന്റെ ഉരുകിപ്പോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഞാൻ എന്റെ ജീവിതത്തിൽ പലതും ചെയ്തു, പക്ഷേ പാരത്രികമായി ഒന്നും ഇല്ലായിരുന്നു എന്ന സത്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എന്റെ ജീവിതം ഇബാദത്തിലേക്ക് മാത്രമാക്കി, പക്ഷേ വാർദ്ധക്യം അതിനൊന്നും അനുവദിച്ചില്ല. കെട്ടുപോകാൻ സമയത്ത് നീണ്ട ശ്വാസം വലിച്ചപ്പോൾ ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് തിരിഞ്ഞു നോക്കി. ഒരുപാട് പുതിയ ജന്മങ്ങൾ കൗമാരവും യൗവനവും ആസ്വദിക്കുന്നു. അവരോട് ഞാൻ ഉറക്കെ പറഞ്ഞു, ഹേ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും ഒഴിവു സമയവും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക.